ഹലോ, വെൽക്കം ബാക്ക് ടു ഇദൂസ് വേൾഡ്. ഇദൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അംഗനവാടിക്ക് പോകുന്ന വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റെഡി ആയിട്ട് ഇതളിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് അച്ഛമ്മമാരുടെ കൂടെ കുറച്ച് നേരം കളിക്കുക ആണ് കേട്ടോ അവൾ. ഞാൻ അപ്പോഴേക്കും അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് അംഗനവാടിയിലേക്ക് പോവുക. അപ്പോൾ അവൾ റെഡി ആയി കഴിഞ്ഞ് അച്ഛമ്മമാരെ കൂടെ കളിക്കുകയാണ്. അച്ഛമ്മയ്ക്ക് വലിയച്ഛമ്മയ്ക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ ചന്താരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മുടി പല സ്റ്റൈലിൽ അവൾക്ക് തുടങ്ങിയാണ് കേട്ടോ. നമ്മൾ പിന്നി കെട്ടുന്നത് അവൾ ചെയ്യുകയാണ്. അപ്പോൾ അച്ഛമ്മ കുട്ടി റെഡി ആയില്ലേ, നിനക്ക് പോണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡി ആയിരുന്നു, ഞാൻ ചന്താരി ആയി എന്ന് പറയുകയാണ് അവൾ. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ ചന്താരി ആയിന്ന് മറ്റേ അച്ഛമ്മോട് ചോദിക്കുകയാണ് കേട്ടോ. ചന്താരി ആയില്ലേ, നോക്കി ചന്താരി ആയില്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ അവൾ കുറച്ച് നേരമൊക്കെ അവരെ കൂടെ കളിക്കും കേട്ടോ. വീട്ടിൽ വേറെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരാണ്. ഇവരെ കൂടെയാണ് അവൾ കളിക്കുക. നമ്മളെ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് അങ്ങനെ അവൾ വേറെ രീതിയിലുള്ള കളികളൊക്കെ അവളിങ്ങനെ കളിക്കും കേട്ടോ അവരെ കൂടെ. അതായത് പഴയ കാലത്തെ കുറേ പാട്ടുകളും ഇതൊക്കെ അവൾക്ക് കിട്ടും. അങ്ങനെ ഭായ് പറഞ്ഞിട്ട് അവൾ അച്ഛനോട് യാത്ര പറഞ്ഞ് അംഗനവാടിക്ക് പോകാൻ അവളെ പപ്പിക്കുട്ടീനെയും കൈക്കൂട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ നടക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൈ പിടിച്ച് നടക്കുന്നില്ല, ഓടുകയാണ് ചെയ്യുക. അപ്പോൾ പോണ വഴിയിൽ കിളികളെയും പൂച്ചേനെയൊക്കെ കണ്ടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് ആശാൻ അംഗനവാടിയിൽ എത്തുക കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരു കിളീനെ കണ്ട് അതിനോട് സംസാരിക്കുകയാണ്. ഒരു ഉറുമ്പിനെ കണ്ടു. ഉറുമ്പിനോട് പറയണം, അമ്മ നോക്കൂ ഉറുമ്പ്, ഉറുമ്പ് പോകുന്നു, ഉറുമ്പിന് വേദനിക്കില്ലേ, ഇതാണ് തൊട്ടാവാടി കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്കത് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത് തൊട്ട് കഴിഞ്ഞാൽ കുഞ്ഞത് വാടും എന്നൊക്കെ പറഞ്ഞ് അവളെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അംഗനവാടിയിലെത്തി വാതിൽ തുറന്ന് അവളുടെ ആരംഭിച്ചു. നമ്മൾ പറയില്ലേ, അങ്ങനെ അവർ ആരംഭിക്കൽ തുടങ്ങി. അങ്ങനെ അവർ രണ്ടാളെ വേറെ കുഞ്ഞും കൂടി എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒരു കളി തുടങ്ങി. രണ്ടുപേരും പരസ്പരം കുറേ ദിവസമായിട്ടോ കണ്ടിട്ട്. അപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ചിലതൊന്നും മനസ്സിലാവുന്നില്ല, ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ പ്രയർ ചൊല്ലാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ രണ്ട് കക്ഷികളും കളിയുടെ ഹരത്തിലാണ്. അപ്പോഴേക്കും അതിഥി പറഞ്ഞ വേറൊരു കുട്ടിയോട് ഒരു പ്രയർ ചൊല്ലി മൈക്കിൻ്റെ അടുത്ത് കുഴപ്പമില്ല, ചെയ്യുന്നുണ്ട് കേട്ടോ. ടീച്ചർ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അമ്മ കുറച്ച് നേരം നിന്ന് കൈകൾ രണ്ടും ഇവിടെ എന്നുള്ള പാട്ട് പാടാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, അമ്മ പൊക്കോ ബായ് എന്ന് പറഞ്ഞു.